ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति शुभदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् च गणललिता शिविशाखान्वितं च हे कृष्ण करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमस्ते तप्त काञ्चन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ओं विष्णुपादाय कृष्णाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्. നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അധ്യായം 18 67ാമത്തെ ശ്ലോകം മുതൽക്കാണ്. 67. ഇദം इदं ते न तपस्काय न भक्ताय कदाचन न चाशुश्रूषवे वाच्यं न च मां व्यसूयति इदं ते न तपस्काय न भक्ताय कदाचन न चाशुश्रूषवे वाच्यं न च मां यो व्यसूयति. हरे कृष्ण. के माधुरी माता जी भाई. इदं ते न तपस्काय न भक्ताय कदाचन न च शुश्रूषवे वाच्यं न च मां योऽभ्यसूयति. Okay, Saranya Mataji, translation mai. Hare Krishna. തപസ്സോ ഭക്തിയോ ഇല്ലാത്തവർക്കും ഭക്തി സേവന കർമ്മത്തിൽ ഏർപ്പെടാത്തവർക്കും എന്നോട് അസൂയയുള്ളവർക്കും ജ്ഞാനം ഉപദേശിക്കരുത്. This confidential knowledge may never be explained to those who are not austere or devoted or engage in devotional service, not to one who is envious of me. ഭഗവാന്റെ നിർദ്ദേശം വളരെ ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പോൾ ഇത് ഗുഹ്യതമമായിട്ടുള്ള നോളജാണ്. ഓക്കെ, ഗുഹ്യതമം മോസ്റ്റ് കോൺഫിഡൻഷ്യൽ ആണിത്. അപ്പോൾ ഇത് ഒരിക്കലും തപസ് അനുഷ്ഠിക്കാതെ, അതായത് ഓസ്റ്റർ അല്ലാത്ത ആൾക്കാർക്ക്, തപസ് അനുഷ്ഠിക്കാത്ത ആൾക്കാർക്ക്, ഭക്തി ഇല്ലാത്ത ആൾക്കാർക്ക്, ഭക്തി സേവനത്തിൽ ഭക്തിയുത സേവനം അനുഷ്ഠിക്കാത്ത ആൾക്കാർക്ക് ആരോടാണോ ഈർഷയുള്ളത്, ഭഗവാനോട് ഈർഷയുണ്ടെങ്കിൽ, അതായത് അസൂയ, കുശുംബ, ദേഷ്യം, ഭഗവാന്റെ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ട്, അങ്ങനത്തെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ലൈക്ക് മൈൻഡഡ്, ഇപ്പോൾ നമുക്ക് ഭക്തിയോടോ ആയത് ഒരു പോസിറ്റീവ് അപ്രോച്ച് ഉള്ളത്, അങ്ങനത്തെ ആൾക്കാർക്ക് അവർക്ക് ഒരു ഇൻക്ലിനേഷൻ ഉണ്ട് ഭക്തി ചെയ്യാൻ, ഭക്തിയെ പറ്റി അറിയാനുള്ള ഒരു ഇൻക്ലിനേഷൻ ഉണ്ടായിരിക്കും. ആർക്കാണോ താല്പര്യം അവർക്ക് മാത്രമേ ആണ്. വൺ ഓഫ് ദ 10 ഒഫൻസസിൽ ഇത് പറയുന്നത് എന്താണ്? വൺ ഓഫ് ദ 10 ഒഫൻസ് ഇതിനെ പറ്റി faithless person about the glories of the Lord, അല്ലേ? Yes. Not to instruct the faithless person about the glories of the holy name. അതാണ്. അപ്പൊ ഇതെന്നാണ് ആ പോയിന്റ് എടുത്തിരിക്കുന്നത്. പക്ഷെ എങ്കിലും വൈഷ്ണവന്മാരെന്ത്, പല ആൾക്കാർക്കും അറിവില്ലായ്മ കൊണ്ട് അവർ ഫോളോ ചെയ്തിരിക്കും. അറിവില്ലായ്മ കൊണ്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഫോളോ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ എൻവിയസ് ആണെങ്കിൽ പറഞ്ഞു കൊടുക്കരുത്. എൻവിയസ് ആണ്, ഭഗവാനോട് ഭയങ്കര
ദേഷ്യമാണ്, അസൂയാണ്, അവർ കേൾക്കാനുള്ള താല്പര്യം, അതുകൊണ്ട് ഭഗവാനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അവരെന്തായാലും മാറാൻ പോലില്ല, സമയം അവർ ഇന്ന്. അപ്പൊ നമ്മൾ അതിന് തുനിയാൻ പാടില്ല. പക്ഷെ അജ്ഞത കൊണ്ട് പല ആൾക്കാരും ഇതറിയാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഡു നോട്ട് ഇൻസ്ട്രക്ട് ദ ഫെയ്ത്ത്ലെസ് പേഴ്സൺ about the glories of the holy name എന്നാണ് പറയുന്നത്. So person who have not undergone the austerities of the religious process, who have never attempted devotional service in Krishna consciousness, who have not tended a pure devotee, and especially those who are conscious of Krishna only as a historical personality, or who are envious of the greatness of Krishna, should not be told this most confidential part of knowledge. Bhagavad Gita മുഴുവൻ കേട്ടിട്ടും ഭഗവാന്റെ ആ അസ്തിത്വം, ഭഗവാന്റെ പൊസിഷൻ മനസ്സിലാക്കാണ്ട് ഭഗവാൻ ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ഫിക്ഷണൽ പേഴ്സണാലിറ്റി ഉണ്ട്, ഫിക്ഷൻ ആണ്, അതൊരു ഹിസ്റ്റോറിക് പേഴ്സണാലിറ്റിയാണ്, അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമാജിനറി ക്യാരക്ടർ എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, അവരോട് പറഞ്ഞു കൊടുക്കാതിരിക്കുക ഭേദം. നമ്മളുടെ ടൈം വേസ്റ്റ് ആണ്, ഒരു കാര്യമില്ല. അപ്പൊ ഇറ്റ്സ് ബെറ്റർ ടു കീപ് ക്വയറ്റ്. ആർക്കാണോ ഇൻക്ലിനേഷൻ ഉള്ളത്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അജ്ഞത കൊണ്ട് ഒരുപാട് ആൾക്കാർ, കൂടുതൽ ആൾക്കാരും അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ അവർക്ക് നമുക്ക് കൊടുക്കാം. പക്ഷെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഭഗവാനോട് ദേഷ്യമുള്ള ആൾക്കാർ, ഭഗവാനെ ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ. അപ്പൊ അവരെ നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതാണ് എസ്പെഷ്യലി ദോസ് ഹു ആർ കോൺഷ്യസ് ഓഫ് കൃഷ്ണ ഓൺലി ആസ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി. അങ്ങനെ പല ആൾക്കാരും ഭഗവത്ഗീതയൊക്കെ വായിച്ചിട്ടും അവർ പറയും ഇതെല്ലാം ഒരു ഇമാജിനറി ക്യാരക്ടറാണ്, ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റിയാണ്, അദ്ദേഹം ഭഗവാനൊന്നല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് നമ്മൾ പറഞ്ഞു കൊടുത്ത് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താ, envious of the greatness of Krishna should not be told this most confidential part of the knowledge. ഇപ്പൊ നോളജ്, അറിവ് എന്ന് പറഞ്ഞ രണ്ട് തരത്തിലാണ്. ഓക്കെ, എന്താണ് രണ്ട് തരത്തിലുള്ള അറിവ്? നോളജ്, ജ്ഞാനം, വിജ്ഞാനം. രണ്ട് തര നോളജ്, ജ്ഞാനം രണ്ട് തരത്തിലുണ്ട്, രണ്ട് കാറ്റഗറി. പ്രഭു. വിദ്യ, അവിദ്യ. ഓക്കെ, അവിദ്യ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ നോളജ്, നമ്മളുടെ സർവൈവലിന് വേണ്ടിയിട്ട്, ഭൗതിക തലത്തിലുള്ള സർവൈവലിന് വേണ്ടിയിട്ടുള്ള ആ നോളജ്. ഇപ്പൊ എഞ്ചിനീയർ ആവുന്നു, ഡോക്ടർ ആവുന്നു, ടീച്ചർ ആവുന്നു, അക്കൗണ്ടന്റ് ആവുന്നു, പൈലറ്റ് ആവുന്നു, ഇതെല്ലാം മെറ്റീരിയൽ നോളജ് ആണ്. അതിനും പറയാണ് എന്ത്? വിദ്യ. അതാ നമ്മളുടെ ആത്മാവിനെ പറ്റിയിട്ടുള്ള ശരിക്കും നോളജ്. വിദ്യ, സാധാരണ വിദ്യ ഏതൊരു സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പഠിപ്പിക്കുന്നില്ല. ഇത് ആധ്യാത്മിക തലത്തിലുള്ള ഒരു ശിക്ഷണമാണ്, ഒരു പഠനമാണ്. അത് കോളേജിലും സ്കൂളിലൊന്നും പഠിപ്പിക്കാത്ത കാരണം അതിങ്ങനെ സ്പിരിച്വൽ ഓർഗനൈസേഷൻ, സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ പഠിച്ചുള്ളൂ. അതിലും ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ആ സ്പിരിച്വൽ ഓർഗനൈസേഷനിലും ഒരുപാട് വ്യത്യാസം. എന്താണ് സ്പിരിച്വൽ എന്ന പേരിൽ അവിടെ മെറ്റീരിയൽ നോളജും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ആക്ച്വൽ സ്പിരിച്വാലിറ്റി? സെൽഫ് റിയലൈസേഷൻ. ഞാൻ ആരാണെന്നറിയാം, ഭഗവാൻ ആരാണെന്നറിയാം, നമ്മുടെ മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം എന്താണെന്നറിയാം. ഈ പ്രോസസ്സാണ് ശരിക്കുള്ള സ്പിരിച്വാലിറ്റി. പക്ഷെ അതിന് പകരം അവർ കുറെ നാമങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചു കൊടുക്കും. എങ്കിലും ആ നാമം ചൊല്ലലും ആ ഭഗവാന്റെ സേവനം ചെയ്തും എല്ലാം ഭൗതിക തലത്തിലുള്ള ലക്ഷ്യം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും. അപ്പൊ അവിടെ അവർക്ക് പശുക്ക് പറ്റി. ചെയ്യുന്ന പ്രോസസ്സൊക്കെ നമ്മൾ ചെയ്യുന്നതും മറ്റുള്ള സോ കോൾഡ് സ്പിരിച്വൽ ഓർഗനൈസേഷൻ ചെയ്യുന്ന കാര്യങ്ങളും ഒന്നായിരിക്കും. അവരും ഭഗവാന്റെ നാമം ചൊല്ലുന്നു, ഭഗവാന്റെ അർച്ചന ചെയ്യുന്നു, വന്ദനം ചെയ്യുന്നു, ശ്രവണം, കീർത്തനം എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളും ചെയ്യും. നമ്മളുടെ ഉദ്ദേശം എന്താണ്? ഇവിടുന്ന് കരകയറ്, ഭൗതിക സാഗരം, അല്ലെ? ഭൗതിക തലത്തിലുള്ള കൂടുതൽ ആസ്വാദനത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ചില സ്പിരിച്വൽ ഓർഗനൈസേഷൻസ് എന്താണ് പറയുക, നിങ്ങൾ ഭഗവാന്റെ നാമം ചൊല്ലൂ, ഭഗവാനെ പ്രാർത്ഥിക്കൂ, ഹോമം ചെയ്യൂ, യജ്ഞം ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, എന്തിനു വേണ്ടി? എന്നാൽ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും, നല്ല കുടുംബം കിട്ടും, നല്ല മക്കളെ കിട്ടും, നല്ല കാറ് മേടിക്കാം, നല്ല വീട് കിട്ടും. അവരുടെ ലക്ഷ്യം എന്താണ്? ഭൗതിക തലത്തിലുള്ള സുഖങ്ങളാണ്. അപ്പൊ അവിടെ ലക്ഷ്യം പിഴച്ചു, അല്ലേ? ചെയ്യുന്ന പ്രോസസ്സ് നമ്മളും അവരും ഒന്നാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് വ്യത്യാസം ചോദിച്ചാൽ ഈ വ്യത്യാസമാണ്. ഗോളിൽ വ്യത്യാസമുണ്ട്, നമ്മളുടെ ആ ലക്ഷ്യത്തിന് വ്യത്യാസമുണ്ട്. ഇപ്പൊ സ്പിരിച്വൽ ശരിക്കുള്ള ഒരു സ്പിരിച്വൽ ഓർഗനൈസേഷൻ
ജന്മ മൃത്യു ജര വ്യാധി ഇതിൽ നിന്ന് ആരാണോ മുക്തി കൊടുക്കാൻ സാധിക്കുന്നത് അതാണ് ശരിക്കുള്ള ഓർഗനൈസേഷൻ, സ്പിരിച്വൽ ഓർഗനൈസേഷൻ, സ്പിരിച്വൽ പാത്ത്. അപ്പൊ ഇതേ പ്രോസസ് തന്നെ നമ്മളുടെ മെറ്റീരിയൽ ബെനിഫിറ്റിന് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് എന്താണ്? തെറ്റാണ്. നമ്മളുടെ മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം അവിടെ നിർവഹിക്കപ്പെടുന്നില്ല ആണ്. So it is, however, sometimes found that even demonic person who are envious of Krishna, worshipping Krishna in a different way, take to the profession of explaining Bhagavad Gita in a different way to make business. But anyone who decides actually to understand Krishna must avoid such commentaries on Bhagavad Gita. അപ്പോൾ അവിടെ അത് ക്ലിയർ ആക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ ഈവൻ അസുരന്മാര് ഈ ഭഗവത്ഗീതയുടെ ആ തത്വങ്ങൾ ഉപയോഗിച്ചിട്ട് അവരുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത് നമ്മൾ അവോയ്ഡ് ചെയ്യും. കാരണം നമ്മൾ അവോയ്ഡ് ചെയ്തില്ലെങ്കിൽ നമ്മളും ആ കുടുക്കിൽ ചെന്ന് വിടും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ എന്തിനാണ് ഭഗവത്ഗീത നമ്മൾ വായിക്കുന്നത്, അതിന്റെ ലക്ഷ്യം എന്താണ്, അതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മളെല്ലാം നല്ല ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കിയിട്ട് വേണം അതിന്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യാൻ. ഇതേ ഭഗവത്ഗീതയിലെ തത്വങ്ങള് മാനേജ്മെന്റ് ഗുരുസ് എന്ത് ചെയ്യുന്നു, അവരുടെ ഭൗതിക തലത്തിലുള്ള മാനേജ്മെന്റ് ടീച്ചിങ്സിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ തത്വങ്ങൾ ഇല്ലേ, ഒരുപാട് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഇതിലത്തെ ഫിലോസഫി എടുത്ത് അവരെ പഠിപ്പിക്കുന്നുണ്ട്. അവരെന്താ പഠിപ്പിക്കുന്നത്? ഭൗതിക തലത്തിലെ ആ ഒരു ഇംപ്രൂവ്മെന്റ് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് സ്പിരിച്വൽ അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ടല്ല. They are misusing that. ഭഗവത്ഗീത ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തത് കൂടുതൽ ഭൗതിക തലത്തിലെ ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടിയിട്ടല്ല, ഇന്ദ്രിയ ഭോഗത്തു നിന്നും ഉയർത്താൻ വേണ്ടിയിട്ടാണ്, ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. യു ആർ നോട്ട് ദ ബോഡി, യു ആർ ദ സോൾ. ആ സോളിന്, ആ ആത്മാവ് ഈ കൂട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്, ശരീരമാകുന്ന കൂട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ ശരീരമാകുന്ന കൂട്ടിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് അതിനെ മുക്തി കൊടുത്തിട്ട് നമുക്ക് ലിബറേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഒരുപാട് മാനേജ്മെന്റ് ഗുരുസ് ഈ തത്വം എടുത്തിട്ട് അവരെ എങ്ങനെ ഭൗതിക ലോകത്തിൽ കൂടുതൽ ഇന്ദ്രിയ ഭോഗം ചെയ്യാൻ പറ്റും എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതല്ല അതിന്റെ ഉദ്ദേശം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നത്. അതാണ് അങ്ങനത്തെ കമന്ററീസ് അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്. ആക്ച്വലി ദ പർപ്പസ് ഓഫ് ഭഗവത്ഗീത ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡബിൾ ടു ദോസ് ഹു ആർ സെൻസസ്. ഇന്ദ്രിയ ഭോഗത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഈ ഭഗവത്ഗീതയിലെ ഈ തത്വങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോ അത് നമ്മൾ അപ്പൊ അത് പറഞ്ഞ ഭഗവത്ഗീത ഈസ് എ വേ ഓഫ് ലൈഫ്. പല ആൾക്കാരും പറയും ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. അത് കേട്ടില്ലേ? ഭഗവത്ഗീത teaches the way of life, lifestyle. വേ ഓഫ് ലൈഫ് ആണ്, പക്ഷെ അത് അതിന്റെ റൈറ്റ് സെൻസിൽ നമ്മൾ എടുക്കണം. വേ ഓഫ് ലൈഫ് ടു അച്ചീവ് ദ പെർഫെക്ഷൻ, സ്പിരിച്വൽ പെർഫെക്ഷൻ, നോട്ട് മെറ്റീരിയൽ പെർഫെക്ഷൻ. മെറ്റീരിയൽ പെർഫെക്ഷൻ നമുക്ക് എന്തായാലും നമ്മുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് വന്നു ചേരും. വരാൻ പോകുന്നത് വഴി തങ്ങില്ല എന്ന് പറയില്ലേ? നമ്മളുടെ കർമ്മം അതിന്റെ ഫലം നമുക്ക് കിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ആ കർമ്മത്തിന്റെ അനുസരിച്ച് ഒരാൾ നല്ല ധനികന്റെ വീട്ടിൽ ജനിക്കുന്നു, ആ കർമ്മത്തിന്റെ അനുസരിച്ച് നമ്മൾ പാവപ്പെട്ട വീട്ടിൽ ജനിക്കുന്നു, ആ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നല്ല ബുദ്ധിയുള്ള മനുഷ്യരായിട്ട് ജനിക്കുന്നു. പലതും അതൊക്കെ നമുക്ക് നമ്മളുടെ കർമ്മത്തിന്റെ നമ്മളുടെ യോഗ്യത അനുസരിച്ച് നമുക്ക് വന്നു ചേരും. പക്ഷെ സ്പിരിച്വാലിറ്റി അത് പ്രാക്ടീസ് ചെയ്യാൻ അതിനും ഒരു സുഹൃതി വേണം. എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. നല്ലൊരു കുടുംബത്തിൽ ജനിച്ചാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനം ഉണ്ടാവില്ല, അതിന് എൻഡ് ഉണ്ടാവില്ല. അപ്പൊ അത് കർമ്മഫലം അതാണ് ഡെസ്റ്റിനി, പിന്നെ ഒന്ന് ചോയ്സ്, രണ്ടും ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ നമ്മുടെ ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ കർമ്മഫലം, പിന്നെ നമ്മുടെ ചോയ്സ്, ഇതിന്റെ കോമ്പിനേഷൻ. അപ്പൊ ചോയ്സ് എന്താണ് ഞാൻ പല തവണയും പറഞ്ഞിട്ടുണ്ട്. ചിലതെല്ലാം ഡെസ്റ്റിനിയാണ്, ചിലതെല്ലാം ചോയ്സ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്താണ് ചോയ്സ്, എന്താണ് കർമ്മഫലം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചോയ്സിനെ നമ്മൾ റൈറ്റ് ചോയ്സ് ചൂസ് ചെയ്തിട്ട് വേണം പോവാൻ. ഒരാളിപ്പോ എന്നെ അടിച്ചാൽ തിരിച്ച് അടിക്കാമോ അടിക്കാതിരിക്കാമോ അത് എൻ്റെ ചോയ്സാണ്. അത് ടോളറേറ്റ് ചെയ്യാനുള്ള ആ കഴിവ് എനിക്കുണ്ടെങ്കിൽ, തിരിച്ച് റിറ്റാലിറ്റി ചെയ്യാതെ സഹിക്കാനുള്ള ആ ഇതുണ്ടെങ്കിൽ അത് ചോയ്സാണ്. ഒരു ആക്സിഡന്റ് പറ്റി ഞാൻ അറിയാതെ, അതെന്റെ കർമ്മഫലമാണ്. എനിക്ക് ചോയ്സ് ഇല്ല അവിടെ.
എൻ്റെ കൺട്രോളിലല്ല അത്. ഞാൻ പർപ്പസ്ലി അല്ല ആ ആക്സിഡന്റ് വരുത്തിയത്. അത് എൻ്റെ ചോയ്സ് അല്ല, അതെൻ്റെ കർമ്മഫലമാണ്. ആ ആക്സിഡന്റ് പറ്റിയാൽ ആ ആക്സിഡന്റിന്റെ കാരണക്കാരനായ ആളെ എനിക്ക് വേണമെങ്കിൽ കോടതിയിൽ കയറ്റാം, എനിക്ക് വേണമെങ്കിൽ മാപ്പ് കൊടുക്കാം. അതെൻ്റെ ചോയ്സാണ്, അത് ഡെസ്റ്റിനി അല്ല. അപ്പൊ ഈ ചോയ്സ് ഞാൻ എക്സസൈസ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത കർമ്മഫലം. അപ്പൊ ഞാൻ അവിടെ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അവിടെ അതോടുകൂടി കഴിഞ്ഞു, പിന്നെ വീണ്ടും അതിന് റിയാക്ഷൻ വരുന്നില്ല. അപ്പൊ ചോയ്സ്, ഡെസ്റ്റിനി, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇന്നെടുക്കുന്ന ചോയ്സ് ആണ് അടുത്ത ജന്മത്തിലെ നമ്മളുടെ റിയാക്ഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇന്നെടുക്കുന്ന ചോയ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അടുത്ത ജന്മത്തിലോ അല്ലെങ്കിൽ ജന്മങ്ങളിലോ വരുന്ന റിയാക്ഷൻസ്. ഇന്ന് ഞാൻ റൈറ്റ് ചോയ്സ് എടുത്തു, ഒരാളെ മാപ്പ് കൊടുത്തു, അപ്പൊ അവിടെ കലാശായി, അവിടെ കഴിഞ്ഞു, ആ ഇതിൽ അവിടെ റിയാക്ഷൻ കഴിഞ്ഞു. അല്ല, അതിന് ഞാൻ അതായത് ഒരു പ്രതികാരം ചെയ്യുകയാണെങ്കിൽ റിയാക്ഷൻ അവിടെ വന്നു, അതിന് റിയാക്ഷൻ വന്നു, അതിന് അങ്ങനെ അത് ഒരു ശൃംഖലയായിട്ട് പോവും, അതിന് എൻഡില്ലാതെ പോവും. അപ്പൊ ഇവിടെ തന്നെ ഞാൻ അധ്യായം, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാണ്. ഞാൻ അയാൾക്ക് മാപ്പ് കൊടുത്തു, എനിക്ക് അതിൽ ഇതില്ല, അതെന്റെ ഡെസ്റ്റിനി ആയിരുന്നു, ഞാൻ എന്തോ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ആ റിയാക്ഷൻ എനിക്ക് കിട്ടി, യെസ്, ഫിനിഷ്, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യണം. അപ്പൊ അതാണ് ചോയ്സും ഡെസ്റ്റിനി. Actually, the purpose of Bhagavad Gita is not understandable to those who are senses. ഇന്ദ്രിയ ഭോഗത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. Even if one is not senses, but is strictly following the disciplines enjoined the Vedic scripture, if he is not a devotee, he is also cannot understand Krishna. അപ്പൊ നമ്മൾ സെൻസസ് അല്ല, ഇന്ദ്രിയ ഭോഗം ചെയ്യുന്നില്ല, നമ്മളിതെല്ലാം വായിക്കുന്നുണ്ട്, എങ്കിലും കൂടി ഭക്തനല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. And even when one poses himself as a devotee of Krishna, but is not engaged in Krishna conscious activities, he also cannot understand Krishna. There are many persons who envy Krishna because he has explained in Bhagavad Gita that he is the supreme and that nothing is above him or equal to him. അവ പല ആൾക്കാർക്കും ഭഗവാനോട് ദേഷ്യമുണ്ട്, എൻവി ഉണ്ട്, ശത്രുതയുണ്ട്. കാരണം എന്താ അറിയാൻ, ഭഗവാൻ കൃഷ്ണൻ എല്ലാ സ്ഥലത്തും, എല്ലാ വേദങ്ങളിലും, എല്ലാ ഗ്രന്ഥങ്ങളിലും, വേദഗ്രന്ഥങ്ങളിലും ഭഗവത്ഗീത എല്ലാം സ്വയം ഭഗവാനായിട്ട് ഉദ്ഘോഷിക്കുന്നു. അത് ആൾക്കാർക്ക് അതെന്താ, ഭഗവാൻ കൃഷ്ണന്റെ ഒരു അറഗൻസ് അല്ലേ, ഞാനാണ്, എന്നെ സമീപിക്കണം, എന്നെ പ്രാർത്ഥിക്കണം, എന്നെ ഗ്ലോറിഫൈ ചെയ്യണം, എന്നെ പൂജിക്കണം, എന്താണ് അങ്ങനെ ഒരു അറഗൻസ് അല്ലേ പല ആൾക്കാർക്കും. ഭഗവാനെ ഇല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പൊ അങ്ങനെ പല ആൾക്കാരുണ്ട്. അത് വളരെ ലിമിറ്റ്, കുറച്ച് ആൾക്കാരേ ഉള്ളൂ എൻവിയസ് ആയിട്ടില്ല. പല ആൾക്കാരും അജ്ഞത കൊണ്ട് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരാണ്, അവരെ മാറ്റിയെടുക്കാം. പക്ഷെ എൻവിയസ് ആൾക്കാരെ മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. സച്ച് പേഴ്സൺ ഷുഡ് നോട്ട് ബി ടോൾഡ് ഭഗവത് ഗീത എന്ന് പറയുന്നത്. അങ്ങനത്തെ ആൾക്കാരോട് ഒരിക്കലും നമ്മുടെ വേസ്റ്റാക്കാൻ പാടില്ല. ഫോർ ദേ കനോട്ട് അണ്ടർസ്റ്റാൻഡ്, അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ ഭക്തന്മാരുടെ അഹൈത്തുക്ക് കൃപ വരണം. അത് ഏത് ജന്മത്തിൽ അവർക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അല്ലാണ്ട് സാധാരണ നമ്മളെ പോലുള്ള ആർക്കതൊന്നും പറഞ്ഞാലും കേൾക്കൂല, മനസ്സിലാവില്ല. ശരിക്കും വൈഷ്ണവന്മാരുടെ ആ അഹൈത്തുക്ക് കൃപ തന്നെ വേണം, എന്നാൽ മാത്രമേ അവര് മാറുള്ളൂ, ട്രാൻസ്ഫോം ആവുള്ളൂ. There is no possibility of faithless persons understanding Bhagavad Gita and Krishna. അങ്ങനത്തെ ആൾക്കാര് ഭഗവാൻ കൃഷ്ണനെ പറ്റി മനസ്സിലാക്കാനും പറ്റില്ല, ഭഗവത്ഗീതയിലത്തെ തത്വങ്ങളെ മനസ്സിലാക്കാനും പറ്റില്ല. Without understanding Krishna from the authority of a pure devotee, one should not try to comment upon Bhagavad Gita. അപ്പോൾ ഭഗവാനെ മനസ്സിലാക്കാത്ത ഒരാളും ഭഗവാന്റെ ഭഗവത്ഗീതയിലെ ഭഗവാന്റെ ആ ഗീത, ആ സന്ദേശത്തിൽ ഒരിക്കലും കമന്റ് ചെയ്യാൻ പാടില്ല. അതിന് കമന്ററി കൊടുക്കാനോ അതിനെപ്പറ്റി ഇന്റർപ്രറ്റ് ചെയ്യാനോ പാടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്തെങ്കിലും കമന്റ്സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഇതില്? എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? ജിഷ മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എനിക്ക് നെറ്റ് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അതാ ഞാൻ വീഡിയോ ഓൺ ചെയ്യാത്തത്. ഓക്കെ, നോ പ്രോബ്ലം. കേൾക്കുന്നുണ്ട്? ഓക്കെ ഓക്കെ. പോയിന്റ്സ് ഉണ്ടോ? അല്ലെങ്കിൽ അടുത്ത ശ്ലോകം 68. യാ ഇദം പരമം ഗുഹ്യം മദ്ഭക്തേഷു അഭിലാഷ്യതി
ഭക്തിം മയി പരാം കൃത്വാ മാം ഏവൈഷ്യതി അസംശയഃ യാ ഇദം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വപി ദാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാം ഏവൈഷ്യതി അസംശയഃ. നിഷ മാതാജി, രവി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യാ ഇദം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വപി ദാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമൈവശ്യതി സംശയാ. Hare Krishna Prabhu. ഹരേ കൃഷ്ണ. For one who explains this supreme secret to the devotees, pure devotional service is guaranteed. And at the end of, he will come back to Very me. good. So it's a good news for all of us. Okay. For one who explains the supreme secret to the devotees, pure devotional service is guaranteed. And at the end, he will come back to me. But Bhagwante, എന്താണ് അവിടുത്തെ വാഗ്ദാനമാണ്. ഭഗവാൻ എന്താണ് വാഗ്ദാനം തരുന്നത് നമുക്ക്? ഫോർ വൺ ഹു എക്സ്പ്ലെയിൻസ്, ഈ ഗുഹ്യതമമായിട്ടുള്ള, ഈ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഈ തത്വങ്ങൾ മറ്റുള്ളവർക്ക്, ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പ്യുവർ ഡിവോഷണൽ സർവീസ് ഇസ് ഗ്യാരണ്ടീഡ്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? ആ പ്യുവർ ഡിവോഷൻ സർവീസ്, ഭഗവാനെ സേവിക്കാനുള്ള ആ അവസരം നമുക്ക് ഗ്യാരണ്ടി ചെയ്യാണ് ഭഗവാൻ. തീർച്ചയായിട്ടും നമ്മളൊരു നല്ല ഭക്തനായിട്ട് തീരും കാലക്രമേണ. കാലക്രമേണ എന്ന് പറയാൻ കാരണം നമ്മളെല്ലാം ആ പ്യൂരിഫൈ ആയിട്ടുള്ള സ്റ്റേജിൽ എത്തുമ്പോൾ, കാരണം വെച്ചാൽ നമുക്ക് ഇപ്പോഴും പല അനർത്ഥങ്ങളുണ്ട്. അതെല്ലാം ക്ലിയർ ആയിട്ട് പ്യൂരിഫൈ ആയ ശേഷം നമുക്ക് പ്യുവർ ഡിവോഷൻ സർവീസ് കിട്ടും. ആണ് പ്യുവർ. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഡിവോഷൻ സർവീസാണ്, നമ്മൾ ചെയ്യുന്ന പ്യുവർ ഡിവോഷൻ സർവീസ് അല്ല. നമ്മളെല്ലാവരും ഡിവോഷൻ സർവീസ് ഉണ്ട്, പക്ഷെ അത് പ്യുവർ ഡിവോഷൻ സർവീസ് അല്ല. ഒരുപാട് കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും അനർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പ്യുവർ ഡിവോഷൻ സർവീസ് ശുദ്ധ ഭക്തന്മാരെ ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ പ്രാക്ടീസിങ് ഡിവോട്ടീസ് ആണ്. അപ്പം അങ്ങനെ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാലക്രമേണ നമ്മൾ ആ തലത്തിലേക്ക് എത്തി പ്യുവർ ഡിവോഷൻ സർവീസ് ചെയ്യാനുള്ള ആ ഒരു തലത്തിലേക്ക് എത്താൻ പറ്റും. ആൻഡ് അറ്റ് ദ എൻഡ്, അവസാനം ഹി വിൽ കം ബാക്ക് ടു മീ, ഭഗവാന്റെ ധാമിലേക്ക്, ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ പാതാരവിന്ദത്തിലേക്ക് നമ്മൾ എത്തും എന്നാണ് പറയുന്നത്. ഇത് ഗ്യാരണ്ടിയാണ് പറയുന്നത്. ഭഗവാൻ ഗ്യാരണ്ടി പറയാണ്. ഗ്യാരണ്ടി എന്ന് പറയുന്നത് എന്താ പറയുന്നത്? മാം ഏവൈഷ്യതി അസംശയ. ഒരു സംശയമില്ല അതിന്. അത്ര ഉറപ്പായിട്ടാ പറയുന്നത്. എന്നെ ലഭിക്കും, എന്നെ പ്രാപിക്കും എന്നാണ് പറയുന്നത്. comes asamshaya, without doubt. Generally, it is advised that Bhagavad Gita be discussed among the devotees only. For those who are not devotees will understand neither Krishna nor Bhagavad Gita. Generally ആണ് ഇതാണ് പറയുന്നത്. ജനറലി അങ്ങനെയാണ് അതിന്റെ പറയാം. പക്ഷെ എങ്കിലും ഡിവോട്ടീസ് ടേക്ക് റിസ്ക്. ഭക്തന്മാരെ റിസ്ക് എടുക്കും. എങ്ങനെയെങ്കിലും ഇങ്ങനത്തെ ആൾക്കാരെ, അതായത് വിശ്വാസമില്ലാത്ത ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ മനസ്സ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഡിവോട്ടി ആവുമല്ലോ. ഭഗവാനെക്കാളും ഒരു സ്റ്റെപ്പ് മുമ്പിലാണ് ഭഗവാന്റെ ഭക്തന്മാര് ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അവിടെ റിസ്ക് എടുക്കും. അതായത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത, അവിടെ നിയമങ്ങൾ അനുവദിക്കാത്ത രാജ്യങ്ങളിൽ പോയിട്ട് പ്രചരിപ്പിക്കുന്ന ആൾക്കാരൊക്കെയാണ് ആ റിസ്ക് എടുക്കുക ചെയ്യുന്നത്, അല്ലേ? ഒരു രാജ്യത്ത് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ രാജ്യത്ത് പോയി ഭഗവത്ഗീത പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. അത് കോപ്പി ചെയ്ത് എഴുതി സൈക്ലോ സ്റ്റൈൽ ചെയ്ത് അല്ലെങ്കിൽ സിറോസ് കോപ്പി എടുത്ത് ബുക്കാക്കി എത്രയോ ആൾക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. റഷ്യയിലൊക്കെ ഒരു കോപ്പിയേ ഉള്ളൂ. അതിന്ന് എഴുതിയിട്ട് അല്ലെങ്കിൽ എങ്ങനെയും കോപ്പി എടുത്തിട്ട് അതിനെ വീണ്ടും സൈക്ലോ സ്റ്റൈലോ, അന്നത്തെ കാലത്ത്. ഇന്നത്തെ കാലത്ത് ഫോട്ടോ കോപ്പിയൊന്നുമില്ല. സിറോക്സ്, സൈക്ലോ സ്റ്റൈല്, കാർബൺ കോപ്പി, അങ്ങനെ കോപ്പി എടുത്ത് അതിനെ ബൈൻഡ് ചെയ്ത് വിതരണം. എത്രയോ ആൾക്കാർ റിസ്ക് എടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഓർമ്മയില്ല, ഭക്തിതീർത്ഥ സ്വാമി മഹാരാജ് എങ്ങനെ കുറച്ച് ഭഗവത്ഗീത കോപ്പീസ് സ്മഗിൾ ചെയ്തു. ബാക്ക് പാക്കിലായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ KGB, അന്ന് KGB എന്ന് പറയും, അവരുടെ സീക്രട്ട് ഏജൻസ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നാലെ ഓടി. അദ്ദേഹം ഓടി. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് കയറി ചെന്ന് ഓടി KGB പിന്നാലുണ്ട്. യൂണിവേഴ്സിറ്റി വലിയ യൂണിവേഴ്സിറ്റിയാണ്, പല കോറിഡോറിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി.
അപ്പോൾ ഓടിയപ്പോൾ ഒരു ഫ്ലോറിലെ ഒരു ഡോർ കുറച്ച് തുറന്നു കിടക്കുന്നു. അപ്പോൾ അദ്ദേഹം അത് അങ്ങ് തുറന്നിട്ട് ഉള്ളിലേക്ക് വാങ്ങിച്ചു. അപ്പോൾ അവിടെ ഒരു പ്രൊഫസറാണ് ഇരിക്കുന്നത്. അദ്ദേഹം എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങൾ. അയാൾ ആകെ പേടിച്ചു. ഇയാൾ യാതൊരു മുന്നറിയിപ്പില്ല, പെട്ടെന്ന് തുറന്ന് വായലടച്ചു. അപ്പം എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് ആകെ അയാൾ വിഷമിച്ചിട്ട് പറഞ്ഞപ്പോൾ അയ്യോ എനിക്കൊരു അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു, ഞാൻ ലേറ്റായി, അതുകൊണ്ടാണ് ഓടി വന്നത് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ അപ്പോയിൻമെന്റ്, ഞാനൊരു അപ്പോയിൻമെന്റ് എടുത്തില്ലല്ലോ. നിങ്ങളുടെ സെക്രട്ടറി അപ്പോയിൻമെന്റ് തന്നിരുന്നല്ലോ എനിക്ക് ഇത്ര മണിക്ക്, 12 മണിക്ക് അങ്ങനെ സമയം പറഞ്ഞു. ഞാൻ കൊടുത്തില്ലല്ലോ. ഇല്ല, സെക്രട്ടറി ചോദിക്കൂ. അപ്പോൾ സെക്രട്ടറി പിടിയില്ല, ഇന്ന് ലീവിലാണ് അങ്ങനെ എന്ന് പറഞ്ഞു. എന്നാൽ അത് തെറ്റിയുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെയാണെന്നാൽ ഇരിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നാ കഥയ്ക്കണേ? ആ സമയം വൈകിക്കൊണ്ട് ഞാൻ ഓടി വന്നുകൊണ്ട് കഥയ്ക്കാണ് പറഞ്ഞു. ബാക്ക് പാക്കിൽ മുഴുവൻ ഭഗവത്ഗീതയും അങ്ങനത്തെ ബുക്കുകളാണ്. ഇവിടെ ആക്ച്വലി പിന്നാലെ KGB ആണ് ഫോളോ ചെയ്യുന്നത്. അയാളെ പിടിച്ചാൽ പിന്നെ വെളിച്ചം കാണില്ല, സൂര്യ വെളിച്ചം കാണില്ല. അങ്ങനെ അയാൾ അവിടെ ഇരുന്നു. വളരെ ആലോചിച്ചു, ഗട്ട്സ്. എന്നിട്ട് ആ പ്രൊഫസറെ കൺവിൻസ് ചെയ്തിട്ട് ഉള്ള ബുക്ക് മുഴുവൻ കൊടുത്തു. എന്നിട്ട് കൂടുതൽ ബുക്സ് ലൈബ്രറിയിലേക്ക് വേണം പറഞ്ഞിട്ട് അത് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് KGB പോയ ശേഷം, കിട്ടാതെ പോയ ശേഷം ഇദ്ദേഹം പോയി. ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണ് ഭക്തന്മാര് ഈ പ്രഭുപാദരെ അല്ലെങ്കിൽ കൃഷ്ണന്റെ സന്ദേശം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി റിസ്ക് എടുത്ത് ചെയ്യുന്നത് എത്രയോ. അതേപോലെ ഇറാനിലെ, പാകിസ്ഥാനിലെ, ചൈനയിലെ, ഇവിടെ എല്ലാം പതുക്കെ പോയി അണ്ടർഗ്രൗണ്ടിൽ ഇരുന്ന് ഇതെല്ലാം കോപ്പി എടുത്ത് അതിന് എഴുതി കോപ്പി എടുത്ത് അങ്ങനെ എത്രയോ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഭക്തന്മാരുണ്ട്. അപ്പോൾ അതായത് ഭഗവാൻ പറയുന്നു ചെയ്യണ്ടെന്ന്, പക്ഷെ ഭഗവാന്റെ ഭക്തന്മാരെ എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ, അത് കാരണം ആ റിസ്ക് എടുത്തു പറഞ്ഞ കാരണം ഇപ്പൊ ഇന്ന് റഷ്യയിൽ ആലോചിച്ച് നോക്കും. റഷ്യയിലെ പ്രഭുപാദ ഒരു ഭക്തനെ ഉണ്ടാക്കിയത് 3 ദിവസമാണ് പഠിപ്പിച്ചത് ഭഗവത്ഗീത. ആ ഒരൊറ്റ ഭക്തൻ കാരണം ഇപ്പൊ ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ അടികൂട്ടി. 1 ലക്ഷക്കണക്കിന് ആൾക്കാർ അവര് സ്ട്രീറ്റിലെ സാരിയും പിന്നെ എന്താ പറയുക, പ്രഭുക്കന്മാര് പഞ്ചകച്ചിയും തിലൊക്കെ ഇട്ട് ഡാൻസ് ചെയ്ത് കളിച്ചു പോകുന്നത് നമുക്ക് നാണം തോന്നും. നമ്മുടെ ഇന്ത്യയിൽ നമ്മള് സാരി എടുക്കുന്നില്ല, പഞ്ചകച്ച എടുക്കുന്നില്ല, കുർത്ത എടുക്കുന്നില്ല. അവരവിടെ ശരിക്കും ആ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അതൊക്കെ പ്രഭുപാദരെ ആ 3 ദിവസത്തത്. അന്ന് എന്താ പറയുക, ഒരു എംബസി വഴിയാണ്, ഒരു അംബാസഡർ വഴിയായിട്ടാണ് ഒരു ഭഗവത്ഗീത സ്മഗിൾ ചെയ്തിട്ട് പ്രഭുപാദിക്ക് അവിടെ എത്തിച്ചത്. എന്നിട്ട് ഒരു റഷ്യൻ ബോയ് ചെന്നിട്ട്, അന്ന് ബീറ്റിൽസിന്റെ ഡിസ്ക് ഉണ്ട്, അതൊക്കെ സ്മഗിൾ ചെയ്ത് വരും അവിടേക്ക്. അപ്പോൾ ബീറ്റിൽസ് വളരെ ഫേമസ് ആണ്. അപ്പോൾ ബാങ്കിൽ എന്തോ കറൻസി എന്തോ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്യാം സുന്ദർ പ്രഭുവിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അമേരിക്ക എന്ന് മനസ്സിലായി. നിങ്ങളിൽ ബീറ്റിൽസിന്റെ കാസറ്റ് ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ശ്യാം സുന്ദർ പ്രഭു പറഞ്ഞു, ബീറ്റിൽസിന്റെ കാസറ്റ് ഇല്ല, ആ ബീറ്റിൽസിന്റെ ജോർജ് ഹാരിസൺ ഉണ്ട്, ജോർജ് ഹാരിസന്റെ ഗുരു എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അദ്ദേഹത്തിനെ വേണമെങ്കിൽ പരിചയപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെയാണോ, ഞാൻ വരാമോ. അദ്ദേഹത്തിനെ കൊണ്ടുപോയി. എന്നിട്ട് പ്രഭുപാദയെ പരിചയപ്പെടുത്തു കൊടുത്തു. പ്രഭുപാദ 3 ദിവസം ആ റഷ്യൻ ബോയുടെ കൂടെ ഇരുന്ന് ഭഗവത്ഗീത പഠിപ്പിച്ചു കൊടുത്തു. പ്രഭുപാദ അവിടുന്ന് പോന്നു. ആ ഡിവോട്ടിയാണ് പിന്നെ അതിന് കോപ്പി എടുത്ത് സൈക്ലോ സ്റ്റൈലൊക്കെ ചെയ്ത കൂടുതൽ കോപ്പി എടുത്ത് ബുക്കായിട്ട് വിതരണം ചെയ്ത് അവിടുന്നാണ് ഈ വിത്ത് മുളച്ച് വലിയൊരു ആൽമരമായിട്ട് മാറിയത്. സോ ഇതിന്റെ ഒരു റിവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ എല്ലാവരും പറയുന്ന, മോദനി മാതാജി വായിച്ചിട്ട് തോന്നുന്നു, സോൾട്ടഡ് ബ്രെഡ് എന്നുള്ളൊരു ബുക്ക് വായിച്ചിട്ടുണ്ടോ? പ്രഭു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് വായിക്കണം. ഞാൻ വായിച്ചിട്ടില്ല. അത് എല്ലാവരും വായിക്കണം. അത് വായിച്ചാലാണ് ഇതിന്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാവും. എത്ര ബുദ്ധിമുട്ടുണ്ട് ഓരോ ഡിവോട്ടീസ്. അത് വായിക്കണം. അപ്പോൾ നമ്മളുടെ ഓരോ ഭക്തന്മാരും അനുഭവിച്ച ആ ക്ലേശങ്ങൾ ഇത് സ്പ്രെഡ് ചെയ്യാൻ, അതിന്റെ പിന്നിലുള്ള ത്യാഗങ്ങൾ, റിയലി വർത്ത് റീഡിങ് ബുക്കാണത്, സോൾട്ടഡ് ബ്രെഡ്. എല്ലാവരും വായിക്കണം. അപ്പൊ ഇതാണ് ഭഗവാൻ നമുക്ക് ഒരു ഗ്യാരണ്ടി തരാണ്, നമുക്കൊരു വാഗ്ദാനം തരാണ്. തീർച്ചയായിട്ടും ഭഗവാന്റെ ധാമിലേക്ക് നമുക്ക് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. So those who do not accept Krishna as he is and Bhagavad Gita as it is should not try to explain Bhagavad Gita whimsically and become offenders. അപ്പോൾ നമ്മൾ അറിയാതെ തത്വങ്ങൾ മനസ്സിലാക്കണ്ടേ, നമ്മളുടെ ഒരു ഇമാജിനറി
സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഇറ്റ്സ് an offense. Okay. Bhagavad Gita should be explained to persons who are ready to accept Krishna as the supreme personality of Godhead. It is a subject matter for the devotees only and not for philosophical speculators. അപ്പോൾ ഇത് philosophical speculatorsനുള്ളതല്ല, ഇത് ഭക്തന്മാർക്കുള്ളതാണ് ഭഗവത് ഗീത. Anyone, however, who tries sincerely to present Bhagavad Gita as it is will advance in devotional activities and reach the pure devotional state of life. As a result of such pure devotion, he is sure to go back home, back to God. അങ്ങനെ ആരാണോ ആ തത്വങ്ങൾ അതേപോലെ ആസ് ഇറ്റ് ഈസ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അത് തീർച്ചയായിട്ടും ഈ മനുഷ്യ ജന്മത്തിന്റെ അവസാനത്തില് തിരിച്ച് അവന്റെ ഭഗവാന്റെ ധാമിലേക്ക് തീർച്ചയായിട്ടും പോകുമെന്നുള്ള ഒരു ഗ്യാരണ്ടിയാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. And at the end he will come back to me. Then points and then questions. പിന്നെ അതേപോലെ വേറൊരു സമയത്ത് റഷ്യയിലേക്ക് തന്നെ ഇവര് ഒരു ജീപ്പില് ഫുൾ ഭഗവത്ഗീത വെച്ചിട്ട് ഫുൾ ലോഡ് ചെയ്തിട്ടുണ്ട് ഭഗവത്ഗീതയും കാര്യങ്ങളൊക്കെ. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു നായുണ്ട്. അപ്പോൾ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ ഇതുണ്ട്, നായ മറ്റുള്ള കൺട്രിയിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നുണ്ട്. അപ്പൊ ഇത് നായുണ്ട്, അവര് ഓടിച്ചു വന്നപ്പോ നിർത്തി. അപ്പൊ എന്ത് ചെയ്തു, ഇവര് നായ അഴിച്ചു വിട്ടു. നായെ പിടിക്കാൻ വേണ്ടി ഇവര് പോയി. ആ സമയത്ത് വണ്ടി എടുത്ത് ഇവര് പോയി. എന്തെല്ലാം അതാണ് പിടിച്ചു കഴിഞ്ഞാണല്ലോ പിന്നെ വെളിച്ചം കാണില്ല. അങ്ങ് KGBയുടെ അത്രയും ഇതായിരുന്നു. ടോർച്ചർ ചെയ്യും, ഭയങ്കര ടോർച്ചറാണ്. പോയിസൺ ചെയ്യും, ഇഞ്ചക്ഷൻ, അതായത് ഇതെല്ലാം മെഡിസിൻ ഇഞ്ചക്ട് ചെയ്ത് പോയിസൺ ഇഞ്ചക്ട് ചെയ്തിട്ട് അവരെ പതുക്കെ അവരെ നശിപ്പിക്കും, അവരുടെ ബുദ്ധി ഇതാക്കും. എന്നാലും വിടില്ല. ഏകാദശിയൊക്കെ അവർ ജയിലില് അവർക്കറിയില്ല ഏത് ദിവസമാണെന്ന്. അപ്പൊ ഈ ബ്രെഡ് കൊടുക്കും, ഉണക്ക ബ്രെഡ്. ആ ഉണക്ക ബ്രെഡും അതാണ് ഉപ്പില്ലാണ്ട്, അതാ കഴിക്കുക. അപ്പൊ അത് കഴിക്കാണ്ട് ആ ബ്രെഡ് ഉരുട്ടിയിട്ട് അവർ മണിയാക്കിയിട്ട് അവർ 108 മാലയേക്കും. 108 മണിയാക്കിയിട്ട് ഒരു മാലയേക്കും. എന്നിട്ട് അതിൽ ചാൻറ്റ് ചെയ്യും അവര്. എന്നിട്ട് പിന്നെ എന്താ പറയുക, ജനലിന്റെ ഇതില്ലേ, അഴിയില്ലേ, അതിലത്തെ ഓരോന്നും കണക്ക് വെച്ചിട്ട് അവര് സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്നൊക്കെ എഴുതിയിട്ട് മനസ്സിലാക്കിയിട്ട് അവര് ഏകാദശി എന്നാണ്, അതായത് എവറി 11th ഇതാണല്ലോ വരുന്നത് വാക്സിൻ ആൻഡ് വൈനിങ് മൂണില്, അത് അവര് ഏകാദശി കണ്ടുപിടിച്ച് ഏകാദശി നോക്കും. അതാ റഷ്യയിലത്തെ ഡിവോട്ടീസിന്റെ കാര്യം, ഇന്ത്യൻസ് അല്ല പറയണത്. അവർക്ക് ഇന്ത്യൻ ആയിട്ടുള്ള യാതൊരു കൾച്ചറും ഇല്ല. ഇതെല്ലാം ഈ ഭഗവത്ഗീതയെന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പ്രഭുപാദരുടെ ബുക്കിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് മനസ്സിലാക്കണം. അതാണ് അവരുടെ ഡെഡിക്കേഷൻ. റഷ്യൻ ഡിവോട്ടീസ് റിയൽ ഡിവോട്ടീസ്. 90+% റഷ്യൻ ഡിവോട്ടീസ് തന്നെയാണത്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ 90+% ഇപ്പൊ ഇന്ത്യൻ ഡിവോട്ടീസ് ആണ്. ബാക്കി 10% മറ്റുള്ള ആൾക്കാർ. റഷ്യയിൽ അങ്ങനെയല്ല. So 69. നച തസ്മാൻ മനുഷ്യേഷു കശ്ചിൻ മേ പ്രിയ കൃത്തമഃ ഭവിദാന ച മേ തസ്മാത് അന്യപ്രിയോതരോ ഭുവി. നച തസ്മാൻ മനുഷ്യേഷു കശ്ചിൻ മേ പ്രിയ കൃത്തമഃ ഭവിദാന ച മേ തസ്മാത് അന്യപ്രിയതരോ ഭുവി. ഓക്കെ, സ്മിത മാതാജി ആൻഡ് ജിഷ മാതാജി. നച തസ്മാൻ മനുഷ്യേഷു കശ്ചിൻ മേ പ്രിയകൃത്തമഃ പവിദാന ച മേ തസ്മാത് അന്യപ്രിയതരോ ഭുവി. അങ്ങനെയുള്ള ഒരു വൃത്തിനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. There is no servant in this world more dear to me than he, nor will there ever be one more dear. എന്താ വേണ്ടത്? ഈ ഇതിലും വേറെ ഒരു വാഗ്ദാനം എന്താ വേണ്ടത്? എന്നാൽ there is no servant in this world more dear to me. ഇത്രയും പ്രിയപ്പെട്ട ഒരു ഡിവോട്ടി എനിക്ക് ഈ വേൾഡിൽ, ഈ ലോകത്തിൽ ആരുമില്ല. nor will there ever be one more dear. ആരെ പറ്റിയാണ് പറയുന്നത് ഭഗവാൻ?
തന്റെ ഭക്തന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുന്ന ആളെ കുറിച്ചാ പറയുന്നത്. അപ്പൊ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഭഗവത്ഗീത മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോ അത്രയും പ്രിയപ്പെട്ടവനാണ് നമ്മളൊക്കെ ഭഗവാൻ വേണ്ടിയിട്ട്. അതിനെക്കാട്ടിലും പ്രിയപ്പെട്ട ഒരാള് ആരുമില്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നു. അപ്പൊ ഭഗവാന്റെ അടുത്ത് ഏറ്റവും അടുത്ത് വരാൻ, ക്ലോസ് ആയിട്ട് നിൽക്കാൻ, ഭഗവാന്റെ സമീപത്ത് നിൽക്കാൻ പറ്റുന്ന വലിയൊരു കാര്യം എന്താണ്? നമുക്ക് അറിയുന്ന ഈ ഭഗവത്ഗീത നമ്മൾ വിംസിക്കലി അല്ലാണ്ട് മിസ്ഇന്റർപ്രിറ്റ് ചെയ്യാണ്ട് അതേപോലെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ആസ് ഇറ്റ് ഈസ്. നമ്മളുടെ അഡീഷൻ ഡിലീഷൻ ഒന്നും അവിടെ പാടില്ല. അത് നല്ലൊരു വാഗ്ദാനമാണ്. നെക്സ്റ്റ്. അധ്യേഷതേ ച യാ ഇമാം ധർമ്മ്യം സംവാദം ആവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടശ്യാമിതി മേ മതിഃ. അധ്യേഷതേ ച യമാം ധർമ്മ്യം സംവാദം ആവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടശ്യാമിതി മേ മതിഃ. ശരണ്യ മാതാജി and മോദനി മാതാജി. ഹരേ കൃഷ്ണ. അധ്യക്ഷേതേ ച യാ ഇമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതിഃ. നമ്മൾ തമ്മിൽ നടത്തുന്ന പാവനമായ ഈ സംഭാഷണം പഠിച്ചറിയുന്നവർ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. And I declare that he who studies this sacred conversation of ours worships me by his intelligence. ഒരു കാര്യം നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത്, ഈ ഭഗവത്ഗീത ആർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്? അർജുനന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഭഗവത്ഗീത അർജുനന് മാത്രമല്ല. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മളെന്താ, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. I declare, പ്രഖ്യാപിക്കുന്നു, that he who studies this sacred conversation of ours worships me by his intelligence. അവരുടെ ബുദ്ധി കൊണ്ട് എന്നെ വന്ദിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത് നമ്മളെല്ലാം ഈ സംവാദം പഠിച്ച് ഇത് മനസ്സിലാക്കി അത് പ്രകാരം ജീവിക്കാൻ നോക്കുക. അപ്പൊ ഈ ഭഗവത്ഗീതയിലത്തെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അർജുനന് വേണ്ടി മാത്രം കൊടുത്തതല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ക്ലിയർ ആയില്ലേ? വളരെ ക്ലിയർ ആയില്ലേ? എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഈ ശ്ലോകം പറഞ്ഞാൽ മതി. അവിടെ ഇതാണല്ലോ, അധ്യേഷ്യത സംവാദം, കോൺവെർസേഷൻ വളരെ ക്ലിയർ ആണ്. ആരാണോ ഇത് ഈ സീക്രട്ട് കൺവെർസേഷൻ വായിച്ച് മനസ്സിലാക്കി ഭഗവാനെ ബുദ്ധി കൊണ്ട് ആരാധിക്കുന്നത്. 71. ശ്രദ്ധവാൻ അനസൂയശ്ച ശൃണുയാദ് അപി യോ നരഃ സോപി മുക്താ സുഭൈ ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം. ശ്രദ്ധാവാൻ അനസൂയശ്ച ശൃണുയാദ് അപി യോ നരഃ സോപി മുക്താ സുഭാ ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം. നിഷ മാതാജി പ്രഭു. ശ്രദ്ധവാനസൂയശ്ച ശൃണ്യാദപി യോ നരഃ സോപി മുക്താ ശുഭാം ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം. And one who listens with faith and without envy becomes free from sinful reactions and attains to the auspicious planet where the pious dwell. And one who listens with faith and without envy becomes free from sinful reactions and attains to the auspicious planets where the pious dwells. അപ്പൊ ഇത് വളരെ ശ്രദ്ധയോടുകൂടി ദേഷ്യമില്ലാണ്ട് ദ്വേഷമില്ലാണ്ട് ആരാണോ ശ്രവിക്കുന്നത് അവരെ പാപകർമ്മങ്ങളെല്ലാം മുക്തനായിട്ട് അവര് പയസ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയാ, സത്കർമ്മം ചെയ്യുന്ന ആൾക്കാർ അവരെ പ്ലാനറ്റിലേക്ക് പോകും എന്നാണ് പറയുന്നത്. സിൻഫുൾ റിയാക്ഷൻ നിന്നും മുക്തരായിട്ട്. സോ ഇൻ ദ 67th verse of this chapter, the Lord explicitly forbade the Gita's being spoken to those who are envious of the Lord.
In other words, Bhagavad Gita is for the devotees only. But it so happens that sometimes a devotee of the Lord will hold open class, and in that class, not all the students are expected to be devotees. So വളരെ നല്ലൊരു പോയിന്റ് ആണ് ഇവിടെ പ്രഭുപാദ പർപ്പട്ടിൽ നമ്മൾ പറഞ്ഞത്. നമുക്ക് സീക്രട്ട് ആയിട്ട് ഇത് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. ഒരു ക്ലാസ് വെക്കാണ്, അതിൽ വിശ്വാസമുള്ള ആൾക്കാർ വരും, വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ വരും, ഡിവോട്ടീസ് വരും, അഡ്വാൻസ് ഡിവോട്ടീസ് വരും, നിയോഫൈറ്റ് ഡിവോട്ടീസ് വരും, അല്ലേ? അപ്പോൾ ഇത് നമുക്ക് എക്സ്ക്ലൂസീവ്ലി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും അങ്ങനത്തെ ഇതൊന്നും എസ്പെഷ്യലി കലികാലത്തില്ല. എന്താണ് പറയുന്നത്? In that class, not all the students are expected to be devotees. Why do such persons hold open class? It is explained here that although not everyone is a devotee, still there are many men who are not envious of Krishna. അവർ ഭക്തന്മാരല്ല, പക്ഷെ ഭഗവാനോട് അവർക്ക് ദ്വേഷമില്ല, അവേഷണമില്ല. They have faith in him as the supreme personality of Godhead. If such persons hear from a bona fide devotee about the Lord, the result is that they become at once free from all sinful desire, and after that attain the planetary system where all righteous persons are situated. അവർ ഭക്തന്മാരായിട്ടില്ല, അപ്പോൾ അവര് അങ്ങനത്തെ ലോകത്തിലേക്ക് പോകും. Therefore, simply by hearing Bhagavad Gita, even a person who does not try to be a pure devotee attains the result of righteous activities. അപ്പോൾ ഈ ഭൗതിക ലോകത്തിന് നല്ല ഡിവോട്ടീസ്, സത്കർമ്മം ചെയ്യുന്ന ആ തരത്തിലുള്ള ഡിവോട്ടീസിന്റെ പ്ലാനറ്റിലേക്ക് പോകും എന്നാണ് പറയുന്നത്. Thus, a pure devotee of the Lord gives everyone a chance to become free from all sinful reaction and to become a devotee of the Lord. അപ്പോൾ ക്രമേണ അവരുടെ ആ ഉദ്ധാരണം നടക്കും. Generally, those who are free from sinful reaction, those who are righteous, very easily take to Krishna consciousness. അപ്പോൾ അവർക്ക് ഈസിയാണ് കൃഷ്ണ കോൺഷ്യസ്നസ്, ഭക്തി സേവനം ചെയ്യാൻ വേണ്ടി അവർക്ക് ഈസിയാണ്. The word punya karmana is very significant here. This refers to the performance of great sacrifices like the Ashwamedha Yajna mentioned in the Vedic literature. Those who are righteous in performing devotional service but who are not pure can attain the planetary system of the pole star. ഏതാണ് pole star? Dhruva Lokam or Dhruva Loka, where Dhruva Maharaj is presiding. He is a great devotee of the Lord and he has a special planet which is called the pole star. അപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ തന്നെ അങ്ങനെ ഉപരിതലത്തിലുള്ള ലോകങ്ങളിലേക്ക്, ഫോർ എക്സാമ്പിൾ പറയുന്നത് ധ്രുവ മഹാരാജിന്റെ പ്ലാനറ്റ് പോൾ സ്റ്റാർ ധ്രുവ ലോകത്തിലേക്ക് പോകും. അവിടെ എല്ലാം പയസ് ആക്ടിവിറ്റീസ് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ക്രമേണ അവർ പ്യൂരിഫൈ ആയിട്ട് അവർക്ക് ഭഗവതാമിലേക്കും പോകാൻ പറ്റും. ഡയറക്റ്റ് കാരണം വെച്ചാൽ അവർ പ്യൂർ ഡിവോട്ടി ആയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഇങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് പ്യൂർ ഡിവോട്ടി ആയിട്ട് അവർക്കും വൈകുണ്ഠത്തിലേക്കും ഗോലോകവൃന്ദത്തിലേക്കും പോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഖച്ചിത് ഏതശ്രുതം പാർത്ഥ ത്വയേകാഗ്രേണ ചേതസാം ഖച്ചിത് അജ്ഞാന സമ്മോഹ പ്രണഷ്ടാസ്തേ ധനഞ്ജയ. ഖച്ചിത് ഏതശ്രുതം പാർത്ഥ തയേകാഗ്രേണ ചേതസാം ഖച്ചിത് അജ്ഞാന സമ്മോഹ പ്രണഷ്ടാസ്തേ ധനഞ്ജയ. ഓക്കെ, മോദനി മാതാജി and Jisha Mataji. कच्चिदेतच्छ्रुतं पार्थ त्वय्यैकाग्रेण चेतसा कच्चिदज्ञान सम्मोह प्रणष्टस्ते धनञ्जय. കുന്തിപുത്രനായ ധനഞ്ജയ, നീ ഇതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ടില്ലേ? അജ്ഞാനത്തിൽ നിന്നുളവായ നിന്റെ വ്യാമോഹം ഇപ്പോൾ നീങ്ങിയില്ലേ? അപ്പോൾ അർജുനനോട് ഭഗവാൻ ചോദിക്കുകയാണ്, ഓ സൺ ഓഫ് പ്രഥ, ഓ കോൺകറർ ഓഫ് വെൽത്ത്, have you heard this with an attentive mind and are your ignorance and illusion now dispelled? വളരെ ശ്രദ്ധാപൂർവം ഇതെല്ലാം കേട്ടില്ലേ? എല്ലാ സംശയങ്ങളും ഇപ്പോൾ മാറിയില്ലേ എന്നാണ്. എല്ലാ വ്യാമോഹങ്ങളും എല്ലാ സംശയങ്ങളും ഇപ്പോൾ മാറിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. The Lord was acting as the spiritual master of Arjuna. Therefore, it was his duty to inquire from Arjuna whether he understood the whole Bhagavad Gita in its proper perspective. അതാണ് ഇമ്പോർട്ടൻസ്. ഇൻ ഇറ്റ്സ് പ്രോപ്പർ പെർസ്പെക്റ്റീവ്. അത് അതിൻ്റെതായിട്ടുള്ള ആ പെർസ്പെക്റ്റീവിൽ നമ്മൾ മനസ്സിലാക്കിയോ നോക്കണം. സർവഭൗമ ഭട്ടാചാര്യ
ചൈതന്യ മഹാപ്രഭുവിന് 7 ദിവസം വേദാന്ത സൂത്രത്തിനെ പറ്റിയിട്ട്, വേദങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു കൊടുത്തു. 7 ദിവസം കേട്ട ശേഷം യാതൊരു അനക്കവും ഇല്ല, യാതൊരു റിയാക്ഷനും ഇല്ലാത്തതുകൊണ്ട് ഭട്ടാചാര്യ ചോദിച്ചു, ഞാൻ 7 ദിവസം പറഞ്ഞു തന്നു, യാതൊരു റിയാക്ഷനും യാതൊരു ചോദ്യം അവിടുന്ന് വരുന്നില്ല, എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത്, മനസ്സിലായോ ഇല്ലേ? ആ ചോദ്യം അല്ലേ? അതേപോലെ ഇവിടെ ഭഗവാനും അർജുനോട് ചോദിക്കുന്നത്, എല്ലാം അതിന്റെ റൈറ്റ് പെർസ്പെക്റ്റീവില് മനസ്സിലായില്ലേ? എല്ലാ സംശയങ്ങളും തീർന്നില്ലേ? എല്ലാ ഇല്യൂഷൻസും മാറിയില്ലേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ഇഫ് നോട്ട്, അങ്ങനെയില്ലെങ്കിൽ ദ ലോർഡ് വാസ് റെഡി ടു റീ എക്സ്പ്ലെയിൻ എനി പോയിന്റ് ഓർ ദ ഹോൾ ഭഗവത്ഗീത ഇഫ് സോ റിക്വയർഡ്. അന്നത്തെ കാലത്ത് എസ്പെഷ്യലി 5000 വർഷം മുമ്പേ അർജുനൻ ഒരു എക്സാൾട്ടഡ് ഡിവോട്ടി ആയിരുന്നു, വളരെ ഇന്റലിജന്റ് ഡിവോട്ടി ആയിരുന്നു. അതുകൊണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ 10 പ്രാവശ്യം വായിച്ചാലും നമുക്ക് സംശയം കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. അതെന്താ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞ്, അതെന്താ ഭഗവാൻ അങ്ങനെ പറഞ്ഞ്, എന്തുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞില്ല? നമ്മുടെ സംശയം അവിടെ അർജുന് ഒരു സംശയം ഉണ്ടായില്ല അവിടെ. ഇല്ലല്ല, എനിക്ക് ഈ പോയിന്റ് മനസ്സിലായിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവിടെ പ്രഭുപാദ നമുക്ക് ശ്ലോകം സംസ്കൃതം അല്ലാണ്ട് ഇംഗ്ലീഷിൽ വായിക്കാൻ വളരെ ഈസി ആയിട്ട് എഴുതി തന്നു. വിത്ത് ഫോണറ്റിക്സ്, എവിടെ നീട്ടണം എവിടെ കുറയ്ക്കണം എന്നെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. അതിന്റെ ട്രാൻസ്ലേഷൻ, വേർഡ് ടു വേർഡ് മീനിങ് തന്നു, ട്രാൻസ്ലേഷൻ തന്നു, പർപ്പോട്ട് തന്നു. ഇത്രയൊക്കെ തന്നിട്ട് നമുക്ക് ഭഗവത്ഗീത മനസ്സിലാവുന്നില്ല. അവിടെ അർജുനെ 40-45 മിനിറ്റ് കൊണ്ട് ഭഗവത്ഗീത ഒരു ഗംഗാപ്രവാഹം പോലെയാണ് പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് അർജുനെല്ലാം മനസ്സിലായി. അപ്പൊ അന്നത്തെ കാലത്തെയും ഇന്നത്തെ കാലത്തെയും മനുഷ്യരുടെ വ്യത്യാസം ആലോചിക്കണം, ഇന്റലിജൻസ്. So actually anyone who hears Bhagavad Gita from a bona fide spiritual master like Krishna or his representative will find that all his ignorance is dispelled. Bhagavad Gita is not an ordinary book written by a poet or a fiction writer. It is spoken by the Supreme Personality of Godhead. അപ്പോൾ അതൊരു സാധാരണ മനുഷ്യൻ, സാധാരണ ഭൗതിക തലത്തിലുള്ള ബുദ്ധി ഉള്ള ആൾക്കാർ എഴുതിയതല്ല. അത് സ്വയം ഭഗവാൻ തന്നെയാണ് ഇത് അർജുന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അർജുന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉടനെ തന്നെ മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഉണ്ടായത്. അതുകൊണ്ട് അർജുനന്റെ കഴിവ് കൊണ്ട് മാത്രമല്ല, അർജുനൻ അത് കേൾക്കാനുള്ള ആ ഒരു ഇൻക്വിസിറ്റീവ്നെസ് ഉണ്ട്, അതേസമയം ഭഗവാന്റെ അനുഗ്രഹം കൂടിയുണ്ട്. അതുകൊണ്ടാണല്ലോ കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള റൈറ്റ് പെർസ്പെക്റ്റീവിൽ മനസ്സിലാകുന്നത്. സോ എനി പേഴ്സൺ ഫോർച്ചുനേറ്റ് ഇനഫ് ടു ഹിയർ ദീസ് ടീച്ചിങ്സ് ഫ്രം കൃഷ്ണ or from his bona fide spiritual representative, he is sure to become a liberated person and get out of the darkness of ignorance. ഇത് ഭഗവാൻ കൃഷ്ണന്റെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബോണഫൈഡ് ആയിട്ടുള്ള ഓതന്റിക് ആയിട്ടുള്ള റിപ്രസെന്റേറ്റീവ് പ്രതിനിധി അവരെന്ന് കേൾക്കുന്നത്, അവർ തീർച്ചയായിട്ടും അവര് മുക്തന്മാരായിട്ട് ഫ്രം ദ ഇഗ്നോറൻസ്, ഡാർക്ക്നെസ് ഓഫ് ഇഗ്നോറൻസ് പുറത്ത് കടക്കാനുള്ള ഓർത്തു കൊടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? ഇല്ലെങ്കിൽ 73. അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർലബ്ധ തത്പ്രസാദാന്മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. കരിഷ്യേ വചനം തവ. അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർലബ്ധ തത്പ്രസാദാന്മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. ഓക്കെ, ശരണ്യ മാതാജി ആൻഡ് സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർജുന ഉവാച അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർലബ്ധ ത്വത്പ്രസാദാന്മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. Very good. Hare Krishna. Arjuna said, my dear Krishna, O infallible one, my illusion is now gone. I have regained my memory by your mercy. I am now firm and free from doubt and am prepared to act according to your instructions. Very good. ഈ ട്രാൻസ്ലേഷൻ വളരെ ശ്രദ്ധപൂർവ്വം നോക്കണം, വായിക്കണം. അർജുന സെഡ്, മൈ ഡിയർ കൃഷ്ണ, വൺ ഫാലിബിൾ വൺ, മൈ ഇല്യൂഷൻ ഈസ് നൗ ഗോൺ. എൻ്റെ ഇല്യൂഷൻ, എൻ്റെ
എന്താ പറയുക, മോഹം പോയി. എന്താ ഇല്യൂഷൻ? എന്താണ്? അതായത് ഇവരെല്ലാം എൻ്റെ റിലേറ്റീവാണ്, ഞാൻ ശരീരമാണ്, ഈ ശരീരം ഇത് എക്സ്റ്റൻഷൻ എല്ലാം എൻ്റെ ആൾക്കാരാണ്. ആ ഒരു ഇല്യൂഷൻ ഇല്ലേ, ബോഡ്ലി കൺസെപ്ഷൻ, ശാരീരിക അവബോധം, അതെല്ലാം പോയി. ഐ ഹാവ് റിഗൈൻഡ് മൈ മെമ്മറി ബൈ യുവർ മേഴ്സി. അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഐ റീഗെയിൻ മൈ മെമ്മറി ബൈ യുവർ മേഴ്സി. അപ്പൊ എൻ്റെ പ്രയത്നം കൊണ്ട് മാത്രമല്ല നടക്കുന്നത്, ഭഗവാന്റെ മേഴ്സിയാണ് അവിടെ. അതിനാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ പറയും, ഓ ഞാനത് ചെയ്തെടുത്തു, എന്നെ പോലെ ഒരാളില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്, ഭയങ്കര കഴിവാണ്. ആ ക്രെഡിറ്റ് ആർക്കാ കൊടുക്കേണ്ടത്? ഭഗവാന്റെ മേഴ്സി കൊണ്ടാണ് സാധിച്ചത്. നമ്മൾ അവിടെ ഓർക്കണം. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു ജയം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രയത്നം ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് സാധിച്ചത് ഭഗവാന്റെ മേഴ്സി കൊണ്ടും കൂടിയാണ്. നമ്മൾ അവിടെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം. അപ്പോഴേ അത് പൂർണ്ണമാവുന്നുള്ളൂ. അല്ലാണ്ട് ഭഗവാന് ക്രെഡിറ്റ് കൊടുക്കാണ്ട് ഞാൻ ചെയ്തു, ഞാനാണ് അതിൻ്റെ കാരണക്കാരനെന്ന് മാത്രം പറഞ്ഞാൽ അത് സക്സസ് ആവില്ല ഒരിക്കലും. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്താലും, ജയാണെങ്കിലും പരാജയമാണെങ്കിലും ഭഗവാന്റെ കൈയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഭഗവാൻ അറിയാണ്ട് ഒരില കൂടിയും ഇളകില്ല. അപ്പൊ ഇതാണ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്, ബൈ യുവർ മേഴ്സി ഐ എം നൗ ഫേം. ഞാൻ സ്ഥിരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് ഫ്രീ ഫ്രം ഡൗട്ട്, സംശയമില്ല. ആൻഡ് ഐ എം പ്രിപ്പയർഡ് ടു ആക്ട് അക്കോർഡിംഗ് ടു യുവർ ഇൻസ്ട്രക്ഷൻസ്. തീർച്ചയായിട്ടും അങ്ങ് എന്താണോ പറയുന്നത് അത് പ്രകാരം ഞാൻ ചെയ്യാം. കരിഷ്യേ വചനം തവ. കരിഷ്യേ, ഐ ഷാൽ ഡു, ഐ ഷാൽ എക്സിക്യൂട്ട്. വചനം, യുവർ ഓർഡർ എന്ന് പറയുന്നത്. വചനം തവ. അപ്പൊ എന്താണോ അങ്ങ് ആഗ്രഹിക്കുന്നത്, എന്താണോ അങ്ങ് നിർദ്ദേശിക്കുന്നത്, അത് പ്രകാരം ഞാൻ ചെയ്യാൻ തയ്യാറാണ്. എൻ്റെ എല്ലാ വ്യാമോഹങ്ങളും എല്ലാ സംശയങ്ങളും തീർന്നു. അങ്ങ് എന്താ പറയുന്നത് അത് ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ മതി പറഞ്ഞു, വല്ലതും പറഞ്ഞു? The constitutional position of a living entity represented by Arjuna is that he has to act according to the order of the Supreme Lord. He is meant for self-discipline. Sri Chaitanya Mahaprabhu says that the actual position of a living entity is that of eternal servant of the Supreme Lord. എന്താണ് ശ്ലോകം? Sri Chaitanya Mahaprabhu says that the actual position of the living entity is that of eternal servant of the Supreme Lord. ഏത് ശ്ലോകമാണ് ഇവിടെ പ്രഭുപാദ ഉദ്ദേശിക്കുന്നത്? മറന്നു എത്ര പെട്ടെന്ന്. ആർക്കും ഓർമ്മയില്ല? എപ്പോഴും പറയുന്ന ശ്ലോകമാണ്. നിഷമാതാജി ഒന്നുകൂടി വായിക്കാം. Sri Chaitanya Mahaprabhu says that the actual position of the living entity is that of eternal servant of the Supreme Lord. ഗോപി ഭർത്തൃ പദകമല അതാണോ പ്രഭു? അല്ല, ഭഗവത്ഗീത എപ്പോഴും പറയുന്ന ശ്ലോകമാണ്. ഭഗവത്ഗീതയിലെ ശ്ലോകമാണോ പ്രഭു? അല്ല, ചൈതന്യ മഹാപ്രഭു ആണ് പറയുന്നത്. ഏയ് എന്താ മെമ്മറിയാണ് പ്രഭു പറയുമ്പോ ഇവേര സ്വരൂപ ഹോയ് കൃഷ്ണേര നിത്യദാസ്. അയ്യോ പ്രഭു എപ്പോഴും പറയുന്നതാ. ഓർമ്മയാണ്. പറയുന്ന ശ്ലോകമാണ്. അയ്യോ കൃഷ്ണേര നിത്യദാസ്. Okay. So forgetting this principle, the living entity becomes conditioned by material nature. But in serving the Supreme Lord, he becomes the liberated servant of the God. അപ്പൊ ഇത് മറന്നാലാണ് നമ്മള് ഭൗതിക ലോകത്ത് ബദ്ധാത്മാക്കളായിട്ട് തീരുന്നത്. അത് എപ്പോ നമ്മൾ തിരിച്ച് ഓർക്കുന്നു അപ്പൊ നമ്മള് മുക്തന്മാരായി തീരും. ഇപ്പൊ നമ്മൾ ബദ്ധാത്മാക്കളാണ്. മുക്താത്മാക്കളാവണമെന്നെങ്കിൽ ഈ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കണം. ജീവേര സ്വരൂപമായി കൃഷ്ണേര
Nityada. So the living entity's constitutional position is to be a servitor. He has to serve either the illusory Maya or the Supreme Lord. നമ്മൾ എപ്പോഴും സർവൻ്റ് ആണ്. ഒന്നുകിൽ മായാദേവിയെ സെർവ് ചെയ്യുക, അല്ലെങ്കിൽ ആരെ ഭഗവാനെ സെർവ് ചെയ്യുക. അതായത് ഒന്നെങ്കിൽ മഹാമായ സെർവ് ചെയ്യുക, അല്ലെങ്കിൽ യോഗമായ സെർവ് ചെയ്യുക. അപ്പോൾ മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവം പ്രകൃതി ആശ്രിത ഭജന്തി അനന്യ മനസ്സു ജ്ഞാത്വ ഭൂതാദി അഭ്യ എന്ന് പറയുന്നു. മഹാത്മാക്കൾ അവരാരുടെ അധീനത്തിലാ വരിക? ദൈവം പ്രകൃതി ആശ്രിത, ഡിവൈൻ എനർജി ഓഫ് മൈൻഡ്, അതായത് യോഗമായ, അതായത് ഇന്റേണൽ എനർജിയുടെ കീഴിലെ വരിക. ബാക്കിയുള്ളവർ ആരുടെ എനർജിയുടെ കീഴിലെ വരിക? മഹാമായ. ഓക്കെ, അതും ഭഗവാന്റെ എനർജിയാണ്, അത് മെറ്റീരിയൽ എനർജിയാന്ന് മാത്രം. ദേവി ഹേഷ ഗുണമയി മമമായ ദുരത്യ. ദേവി ഹേഷ ഗുണമയി, മമമായ, എന്നെ മായ തരണം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മാം ഏവ പ്രപദ്യന്തേ മായാം ഏതാം തരന്തിതെ. എന്നെ ആരും ശരണം പ്രാപിക്കുന്നു, ഈ മഹാമായ ശക്തിയെ തരണം ചെയ്യാൻ വളരെ ഈസിയാണ്. ഭഗവാനെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ ഭഗവാൻ തന്നെ മഹാമായ ശക്തിയെ, അതായത് ഭൗതിക പ്രകൃതിയെ, മെറ്റീരിയൽ എനർജിയെ തരണം ചെയ്യാൻ ഈസിയാണ്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ മഹാത്മാക്കള് ഭഗവാന്റെ ഇന്റേണൽ എനർജിയിലാണ് വരുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു മായയെ സെർവ് ചെയ്തേ പറ്റും, അല്ലേ? ഏതെങ്കിലും ഒരു മായ സെർവ് ചെയ്യണം, ഒന്നല്ലെങ്കിൽ മഹാമായ അല്ലെങ്കിൽ യോഗമായ. അപ്പൊ ഏതിനാണ് നല്ലത്? യോഗമായ സെർവ് ചെയ്യാൻ. നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റും. അതാണ്, if he serves the Supreme Lord, he is in his normal condition. But if he prefers to serve the illusory external energy, then certainly he will be in bondage. അതായത് ചുരുക്കത്തിൽ നമ്മൾ പാപം ചെയ്യുകയാണെങ്കിൽ ജയിലിൽ പോകും, നല്ലൊരു സിറ്റിസണായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ജയിലിൽ നിന്ന് പുറത്തായിരിക്കും. അതേപോലെ അപ്പൊ നമ്മൾ എക്സ്റ്റേണൽ എനർജിയെ സേർവ് ചെയ്യാറുണ്ട്, അതായത് നമ്മുടെ ഇന്ദ്രിയഭോഗം ചെയ്യാനുള്ള ആ ആഗ്രഹത്തോടുകൂടി നിന്നപ്പോൾ നമ്മുടെ ഭൗതിക ലോകത്തിലേക്ക് മായാദേവിയുടെ കീഴിലേക്ക് പറഞ്ഞു. ഭഗവാനെ സേവിക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ നമ്മൾ എപ്പോഴും ഭഗവാന്റെ ഇന്റേണൽ എനർജിയില് വൈകുണ്ഠത്തിലെ ആത്മീയ ലോകത്തിൽ നമ്മളും നിൽക്കുമായിരുന്നു, വസിക്കുമായിരുന്നു. But if he prefers to serve the illusory external energy, then certainly he will be in bondage. In illusion, the living entity is serving in this material world. He is bound by his lust and desires. Yet he thinks of himself as the master of the world. നമ്മള് ആരുടെ അധീനത്തിലാണ്? നമ്മളുടെ തന്നെ ലസ്റ്റ്, കാമത്തിന്റെയും ആഗ്രഹത്തിന്റെയും അധീനത്തിലാണ്. എന്നിട്ട് വിചാരിക്കുന്നു ഞാൻ മാസ്റ്ററാണ് അവിടുത്തെ, അല്ലേ? നമ്മള് ആക്ച്വലി മായാദേവിയുടെ അധീനത്തിലാണ്. മറ്റേ എന്താ പറയാ, I am the lion of this house. അല്ലേ? I am the lion of this house or lioness of this house, whatever. പക്ഷെ ആ ലയനസിന്റെ മീതെ, ലയന്റെ മീതെ ആരാണ് ഇരിക്കുന്നത്? ദുർഗ, അല്ലേ? അവർ ആരാണ് മാസ്റ്റർ, ആരാണ് സെർവന്റ്? So the living entity thinks that he is no longer a conditioned soul. കാരണം ഞാൻ മാസ്റ്റർ ആണെന്നുള്ളത് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കണ്ടീഷനിങ് സ്റ്റേറ്റ് വരുന്നില്ലല്ലോ. അപ്പൊ ഞാനാണ് മാസ്റ്റർ. But God, he is so unintelligent that he does not think that if he were God, then how could he be in doubt? നമ്മൾ ഭഗവാന്റെ ആ പൊസിഷനിലാണെങ്കിൽ, ഭഗവാനാണെങ്കിൽ നമുക്ക് സംശയം എങ്ങനെ വരും? അപ്പൊ അർജുനൻ ഭഗവാനെ സ്വീകരിക്കുകയാണ്. അർജുനൻ എങ്ങനെ ഈ കൺഫ്യൂഷൻ വരുന്നു, ഡെലൂഷൻ വരുന്നു? ഒരിക്കലും വരില്ല. That he does not consider. So that is the last snare of illusion. Actually, to become free from the illusory energy is to understand Krishna, Supreme Personality of Godhead, and agree to act according to his own. എന്താണോ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് അതുപ്രകാരം നമ്മൾ ആ നിർദ്ദേശം സ്വീകരിച്ച് അതുപ്രകാരം നമ്മൾ ആക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വി ആർ ഔട്ട് ഓഫ് ഡേഞ്ചർ.
Actually, the word moha is very important in this verse. Moha refers to that which is opposed to knowledge. Actually, real knowledge is the understanding that every living being is eternally a servitor of the Lord. But instead of thinking oneself in that position, the living entity thinks that he is not a servant, that he is the master of the material world, or he wants to lord it over the material nature. എല്ലാവരും ഇവിടെ ഈ പ്രകൃതി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അതിന്റെ മാസ്റ്റർ ആവാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ പ്രകൃതിയെ നമ്മൾ ടൈനി ലിവിങ് എൻറ്റിറ്റീസ് ആണ്. നമ്മുടെ ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ വി ആർ സച്ചിദാനന്ദ. പക്ഷെ ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജി വാസ്റ്റ് ആണ്, നമ്മൾ വളരെ ടൈനിയാണ്. അപ്പോൾ ആ ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജി നമ്മളുടെ കൈക്കുള്ളിൽ കൊണ്ടുവരാൻ പറ്റില്ല, നമ്മളുടെ അധീനത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അതിന് ബെസ്റ്റ് വേ എന്താണ്? ഭഗവാന്റെ നിർദ്ദേശത്തിനെ ഫോളോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ ശക്തി നമ്മളെ ഉപദ്രവിക്കില്ല, നമ്മളെ സഹായിക്കുകയേ ചെയ്യുള്ളൂ. This illusion can be overcome by the mercy of the Lord or by the mercy of a pure devotee. ഇത് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരുടെ അഹൈത്തുക്കി കൃപ കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. When that illusion is over, one Hare Krishna. കേൾക്കുന്നില്ലേ ആർക്കും? ഇവിടുത്തെ പ്രോബ്ലം ഇപ്പൊ കേൾക്കുന്നുണ്ട്. അല്ലല്ല, ഇവിടുത്തെ പ്രോബ്ലം. So this illusion can be overcome by the mercy of the Lord or by the mercy of a pure devotee. When that illusion is over, one agrees to act in Krishna consciousness. ഒരു പാരഗ്രാഫ് കൂടിയാണ് വായിക്കാൻ പറ്റുന്നത്. Krishna consciousness is acting according to Krishna's order. A conditioned soul, illusioned by the external energy of matter, does not know that the Supreme Lord is the Master, who is full of knowledge and who is the proprietor of everything. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ നാഥനാണ്, മാസ്റ്ററാണ്, അല്ലെ, പ്രൊപ്പറേറ്റർ ആണ്, കൺട്രോളർ ആണ്, എൻജോയർ ആണ്. അപ്പൊ ഒരു ബദ്ധാത്മാവിനെ ഇതൊന്നും മനസ്സിലാവില്ല. ഒരു ഡിവോട്ടീസ് മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഭഗവാൻ ഈസ് ദ കൺട്രോളർ, ഈസ് ദ മാസ്റ്റർ, ഈസ് ദ പ്രൊപ്പറേറ്റർ, ഈസ് ദ എൻജോയർ. മനസ്സിലാക്കണമെങ്കിൽ ഒരു ഭക്തനാവണം. Whatever he decides, he can bestow upon his devotees. He is a friend of everyone. Surdam sarvabhutanam. അല്ലെ, ഭഗവാൻ എല്ലാവരുടെയും സർവഭൂതാനം, മനുഷ്യരുടെ മാത്രമല്ല എല്ലാവരുടെയും. കാരണം മനുഷ്യൻ എല്ലാവരുടെയും എന്താണ് വെൽബീയിങ് ആണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. സുഹൃതം സർവഭൂതാനം. He is also the controller of inexhaustible time. സമയത്തിനെ കൺട്രോൾ ചെയ്യുന്നതും ഭഗവാനാണ്. And he is full of all opulences. നമുക്കറിയാം ഷഡൈശ്വര്യത്തിന്റെ മാസ്റ്റർ ആണ്. And all potencies, എല്ലാ ശക്തികളുടെയും, ഇന്റേണൽ, എക്സ്റ്റേണൽ, മാർജിനൽ പറഞ്ഞില്ലേ. The Supreme Personality of Godhead can even give himself to the devotee. ഭഗവാൻ സ്വയം വിൽക്കപ്പെടുന്നു ഭക്തന്മാർക്ക്, ഭക്തന്മാരുടെ കൺട്രോളിൽ വരുന്നു ഭക്തി കൊണ്ട്. കാരണം he does not, അതാണ് പറയുന്നത്, he can give himself to the devotee. ഭഗവാനെ കെട്ടിടാൻ പറ്റുന്നു യശോദമയ്യക്ക്, അല്ലേ? എങ്ങനെ സാധിക്കുന്നത്? But a servitor of Maya. Arjuna, however, after hearing Bhagavad Gita from the Supreme Personality of Godhead, became free from all illusion. He could understand that Krishna was not only his friend, but the Supreme Personality of Godhead. And he understood Krishna factually. Arjuna അത് ശരിക്കും മനസ്സിലായത്, എൻ്റെ ഫ്രണ്ട് അല്ല, he is the Supreme Personality of Godhead. So to study Bhagavad Gita is to understand Krishna factually. When a person is in full knowledge, he naturally surrenders to Krishna. When Arjuna understood that it was Krishna's plan to reduce the unnecessary increase of population, he agreed to fight according to Krishna's desire. He again took up his weapons, his arrows and bow to fight under the order of the Supreme Personality of Godhead. യുദ്ധം ചെയ്യാൻ അർജുനൻ സമ്മതിച്ചു, തയ്യാറായി എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. സോ അടുത്ത ക്ലാസ്സിലോടുകൂടി അത് നമുക്ക് എത്ര ഇതിന് 5 ശ്ലോകങ്ങളേ ഉള്ളൂ അല്ലോ. അടുത്ത ക്ലാസ്സിൽ ഇപ്പൊ ഭഗവത്ഗീത തീരും. അടുത്ത ക്ലാസ്സിൽ ഭഗവത്ഗീത
പിന്നെ അടുത്ത എടുക്കുന്നത്. എന്താണെന്ന് ആലോചിച്ചോളൂ. പ്രഭുജി ഇതിന്റെ മുന്നത്തെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? 2 ക്ലാസ് ചെയ്തിട്ടുണ്ട്. 67 മുതൽക്കാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ? 67 to 74, 73, 73, 67. Okay. Hare Krishna, Vancha Kalpatarupesha, Kripasindhubheva cha, Vaishnava ki jai, Srila Prabhupada ki jai, Guru Maharaj ki jai, Premanande.